ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തവരെല്ലാം വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട്, വലിയ സമ്പന്നന്മാരായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും ഇന്നു മുതൽ ചെയ്തു നോക്കാം. അതായത് ഈ ഒരു കാര്യം ആര് ചെയ്യുന്നു ഈ പറയാൻ പോകുന്ന കാര്യം, അവരെല്ലാം വലിയ സമ്പത്തിനുടമയാകുമെന്നുള്ളതാണ്. ചെയ്തവരെല്ലാം വലിയ സമ്പത്തിനുടമയായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം. ഇതിൽ പല കാര്യങ്ങളും പല കോടീശ്വരന്മാരും ചെയ്തിട്ടുള്ളതാണ്. സിനിമ, സീരിയൽ, രാഷ്ട്രീയം, അഭിനയം, വലിയ ബിസിനസ്സുകാരെ, പെട്ടെന്ന് പണം ഉണ്ടായവരെ, ലോട്ടറി അടിച്ചവരെ എന്ന് വേണ്ട, പെട്ടെന്ന് പണം ഉണ്ടായവരെല്ലാം ഞാൻ ഈ പോകുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും ഇന്നു മുതൽ ഞാൻ ഈ പറയുന്ന വിശിഷ്ടമായ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്തവർക്കെല്ലാം വലിയ സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്, ജനപ്രീതി ഉണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് പണക്കാരായിട്ടുണ്ട്. എല്ലാം വീഡിയോ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അത് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് പലരും പറയും, ഇപ്പം സിനിമയിൽ ചില കലാകാരന്മാരൊക്കെ ചെറിയ ചെറിയ കലാകാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമായിരിക്കും. പെട്ടെന്ന് ഒരു സിനിമയിൽ വരുന്നു, വളരെ സമ്പത്തുണ്ടായി വരുന്നു. എല്ലാവരും പറയും ശുക്രനാണ്. പക്ഷെ ശുക്രനെ കൊണ്ടല്ല ശരിക്കും. ശുക്രന് അനുഗ്രഹം വേണം, പക്ഷെ എങ്കിലും രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തെ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താൻ സാധിച്ചാൽ പെട്ടെന്ന് പണക്കാരനാകാം. അത് ചിലപ്പോൾ ഒരു കലാകാരൻ പെട്ടെന്നൊരു സിനിമയിൽ ചെറിയ കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് സിനിമയിൽ വന്നായിരിക്കും പെട്ടെന്ന് പണക്കാരനാകുക. ഇനി ചില ആളുകൾ പെട്ടെന്ന് വിദേശത്തൊരു ജോലി കിട്ടി അവർ പോയി വളരെ സമ്പന്നനാകും. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ പറ്റിയാൽ അത് കലാകാരന്മാരായിക്കോട്ടെ, സിനിമ നടന്മാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാർ പെട്ടെന്ന് രാഷ്ട്രീയത്തിലൊക്കെ ചിലപ്പം താഴ്ന്ന നിലയിലൊക്കെ പ്രവർത്തിച്ച് പെട്ടെന്ന് വലിയ പദവികളിലേക്ക് വരുന്നു, ലോകപ്രശസ്തരാകുന്നു. രാഹുവിന്റെ സ്വാധീനം നല്ല രീതിയിൽ വരുമ്പോഴാണ്. അതുപോലെ പെട്ടെന്ന് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടായവർ രാഹുവിനെ പ്രത്യേക രീതിയിൽ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതിന് ലളിതമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് പല കോടീശ്വരന്മാരും ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറയാൻ പോകുന്ന കാര്യം, അറിഞ്ഞോ അറിയാതെയോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്നു മുതൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ലോകത്താരും പറഞ്ഞു തരാത്ത രാഹുവിൻ്റെ രഹസ്യമായ ചില മന്ത്രങ്ങളും, പിന്നെ ചെയ്യേണ്ട ചില രഹസ്യ ധ്യാനങ്ങളും, ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളും, നിങ്ങൾ ചെയ്യേണ്ട പെട്ടെന്ന് പണക്കാരനാകാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഒരു സിനിമ ഫീൽഡ് ആയിക്കോട്ടെ, സംഗീതം, മ്യൂസിക്, സംഗീത മേഖല ആയിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, പിന്നെ വലിയ ബിസിനസ്സുകാരായിക്കോട്ടെ, പെട്ടെന്ന് ലോട്ടറി ഒക്കെ അടിക്കുന്നവരായിക്കോട്ടെ, അല്ലെ പെട്ടെന്നൊരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നവരായിക്കോട്ടെ, രാഹുവിനെ പ്രത്യേക രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തവരെല്ലാം പെട്ടെന്ന് പണക്കാരായിട്ടുണ്ട്. രാഹുവിൽ ചില രഹസ്യങ്ങളുണ്ട്. അത് മുഴുവൻ നമ്മൾ ഇന്ന് വീഡിയോയിൽ പൊളിച്ചടുക്കാൻ പോവാം. വീഡിയോ മുഴുവൻ വരെ കാണണം കേട്ടോ. തുടങ്ങാൻ പോവാ പരിപാടി. ചെറിയ കാര്യമൊന്നുമല്ല ഇത്. ആരറിഞ്ഞാലും ഇന്ന് മുതൽ ചെയ്താലും അവൻ്റെ ജീവിതം മാറും. ഒരിക്കലും കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങിക്കൂടത്തില്ല. രാഹു പ്രീതി വരുന്നവൻ വലിയ സാമ്പത്തികത്തിനുള്ള വഴികൾ കണ്ടെത്തും. അവനിലേക്ക് അതിനുള്ള കഴിവ് വരും, ഒക്കെ രക്ഷപ്പെടും. അല്ലാതെ കിട്ടുന്ന ശമ്പളത്തിന് ഒതുങ്ങിക്കൂടി ജീവിക്കത്തില്ല. രാഹുവിൻ്റെ പ്രത്യേക പ്രീതി വന്നു കഴിഞ്ഞാൽ കേട്ടു ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. അതായത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ, ഇത് ഞാൻ പറയുന്ന കാര്യം ലോകത്തിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കേൾക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ മുഴുവൻ കേൾക്കണം. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, മുഴുവൻ കേട്ടിട്ട് അതിലേറ്റവും നിങ്ങൾക്ക് പറ്റുന്ന. ഞാനിപ്പോൾ ആദ്യം പറയുന്ന കാര്യം നിങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. അതായത് ദിവസവും രാവിലെ നിങ്ങളൊരു 10 മിനിറ്റ് രാവിലെ ചെയ്യാവുള്ളൂ. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ, പ്രാർത്ഥനയ്ക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഞാൻ പറയുന്ന ഒരു അക്ഷരം വാ എഴുതി 0 എങ്ങനെ വായിക്കും? വം എന്നല്ലേ വായിക്കത്തുള്ളൂ, സംശയമൊന്നുമില്ലല്ലോ. വാ എഴുതി 0, വം. ഈ വം എന്ന് പറഞ്ഞ ബീജം, അക്ഷരം നിങ്ങൾ ഉരുവിടുക. വം വം വം. ഇത് ചെറിയ ഇടവേള വെച്ച് വേണം പറയാൻ. വം 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 എന്ന് പറയരുത്. വം ജപിച്ചു കഴിഞ്ഞൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വം, ഒരു ചെറിയ ഇടവേള മതി, സെക്കൻഡുകൾ. വം വം വം. ഈ വം എന്ന് ജപിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടവേള ഇടുമ്പം ആ ഇടവേളയിൽ നിങ്ങളുടെ മനസ്സ് ഉള്ളിലോട്ട് പോകണം. നിങ്ങളുടെ മനസ്സ് ഉള്ളിലേക്ക് പോകണം. കണ്ണടച്ചോ കണ്ണ് തുറന്നോ ചെയ്യാം. വം വം. കണ്ണ് തുറന്നും ചെയ്യാം. വം വം വം
ഇങ്ങനെ ഈ ജപിക്കുന്നതിനിടയ്ക്ക് അല്പനേരം മനസ്സുള്ളിലോട്ട് പോകണം. അത് അങ്ങനെ ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ നിങ്ങളുടെ ഇഷ്ടം പോലെ ജപിക്കാം. അല്ലെങ്കിൽ 2-3 തവണ ജപിച്ചാലും മതി. ഇനി 1 തവണ ജപിച്ചാലും മതി. ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് വെറുതെ അല്പനേരം ഇരിക്കുക. ഒരു 1/2 മിനിറ്റ് പോലെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചക്രാസ് ഉണ്ട്. ചക്രാസ് പറഞ്ഞാൽ നട്ടെല്ലിൽ തന്നെ അറിയാമല്ലോ. അതായത് നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ മൂലാധാര ചക്രം, നട്ടെല്ലിൻ്റെ മൂലാധാര ചക്രത്തിന് മുകളിലായിട്ട് നട്ടെല്ലിൽ തന്നെ സ്വാധിഷ്ഠാന ചക്രം, പുക്കിൾക്കൊടിക്ക് താഴെ, പിന്നെ പുക്കിൾക്കൊടിക്ക് മേളിൽ നട്ടെല്ലിൽ തന്നെ മണിപൂരക ചക്രം, ഹൃദയത്തിൽ നട്ടെല്ലിൽ തന്നെ, എല്ലാം നട്ടെല്ലിൽ തന്നെ കേട്ടോ. ഹൃദയത്തിനുള്ളിൽ അനാഹത ചക്രം, തൊണ്ടക്കുഴിക്കുള്ളിൽ വിശുദ്ധി ചക്രം, പിന്നെ ആജ്ഞ നിങ്ങൾക്കറിയാമല്ലോ, അതിവിടെയാണ്. അപ്പം ഈ ചക്രാസ്, അതിൽ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയും. അതായത് പൊക്കിൾക്കൊടിക്ക് തൊട്ട് താഴെ വരുന്ന ചക്രം, അതായത് മൂലാധാര ചക്രത്തിന് മുകളിൽ, അതായത് നട്ടെല്ലിൽ തന്നെ പൊക്കിൾക്കൊടിക്ക് താഴെ വരുന്ന ചക്രമായ സ്വാധിഷ്ഠാന ചക്രം. നിങ്ങളത് അവിടെ അത് മനസ്സിൽ കാണുമൊന്നും വേണ്ട. ഇത് അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ വാം ജപിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ വാം ജപിക്കുമ്പോൾ ഈ സ്വാധിഷ്ഠാന ചക്രം പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ ഒരു വ്യക്തിയുടെ പണത്തിന്റെ ബ്ലോക്ക് മാറും. അവരുടെ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, അവരുടെ സർഗവാസനകൾ, പണം ഉണ്ടാക്കാനുള്ള ബുദ്ധി, ഇതെല്ലാം ഉണരാൻ തുടങ്ങും. വം ഇങ്ങനെ ജപിച്ചിട്ട് കണ്ണടച്ചിരുന്നാൽ മതി. അപ്പോൾ ആ ചക്രം ആക്ടിവേറ്റ് ആയിക്കോളും. പിന്നെ കണ്ണടച്ചിരുന്ന് നിങ്ങളൊന്നും ധ്യാനിക്കേണ്ട, വെറുതെ ഇരുന്നാൽ മതി. ആ വം വാ കൊണ്ട് ജപിച്ചു കഴിഞ്ഞ് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിച്ചിരിക്കുക. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ഈ സ്വാധിഷ്ഠാനത്തിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ കണ്ണടച്ച് വെറുതെ നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. വം ജപിച്ചിട്ട് ഈ വം വാ കൊണ്ട് ജപിക്കുമ്പോൾ തന്നെ ഈ സ്വാധിഷ്ഠാന ചക്രത്തിലെ നിങ്ങളുടെ കഴിവുകൾ ഉണരാൻ തുടങ്ങും. പണം ഉണ്ടാക്കാനുള്ള ബുദ്ധി, പണം ഉണ്ടാക്കാനുള്ള കഴിവ്, നിങ്ങളുടെ സർഗവാസനകൾ, അതിനുള്ള വഴികൾ തെളിയാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ആ ഒരു ശക്തി ഉണരാൻ തുടങ്ങും. അത് ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾ പിന്നൊരിക്കലും ഒരു സാധാരണ ശമ്പളത്തിന് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കത്തില്ല. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. പെട്ടെന്ന് പണക്കാരാകാനുള്ള കാര്യങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇത് നിങ്ങൾ ഇങ്ങനെ ഇത്രയും രാവിലെ ധ്യാനിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ നെറ്റിയുടെ ഉള്ളിൽ ഒരു നീലപ്രകാശം സങ്കല്പിച്ച് വെറുതെ കണ്ണടച്ചിരിക്കണം. അത് ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ ചെയ്യാം. ഈ നെറ്റിക്കുള്ളിൽ നീലപ്രകാശം സങ്കല്പിക്കുമ്പോഴും രാഹു പ്രീതി ഉണ്ടാകും. ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. നിങ്ങളുടെ രാഹു പ്രീതി ഉണ്ടായി പെട്ടെന്ന് സമ്പന്നനാകാനുള്ള വഴികൾ തെളിയും. എന്ന് വെച്ച് പോയി എവിടെങ്കിലും അബദ്ധത്തിൽ ചാരണമെന്നല്ല പറഞ്ഞ്. ഏത് കാര്യം ആലോചിച്ച് അന്വേഷിച്ച് അവനോട് ശരിയെന്ന് തോന്നിയാലേ ചെയ്യാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങളും കഴിവുകളും ഒക്കെ വരും. അത് നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് അന്വേഷിച്ച് പ്രയോജനപ്പെടുത്തണം കേട്ടോ. അതാ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രാഹു ശരിയായിട്ട് ആക്ടിവേറ്റ് ആയവരെല്ലാം വലിയ പ്രശസ്തരും ജനപ്രീതിയുള്ളവരും വളരെ സമ്പന്നരുമായിട്ടുണ്ട്. പെട്ടെന്ന് സമ്പത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ചിലർക്ക് ഈ പെട്ടെന്ന് വിദേശത്ത് ഒരു ജോലി കിട്ടുന്നു. അവർ വിദേശം രാഹുവിനെ കൊണ്ട് ചിന്തിക്കാം, ആ കുടുംബം രക്ഷപ്പെടും. ചിലർക്ക് ചിലപ്പം ഒരു കലാകാരനാണെങ്കിൽ ചിലപ്പോൾ സിനിമയെ അഭിനയിക്കാൻ ഒരു അവസരം, അവരുടെ ജീവിതം അതോടുകൂടി മാറി. പിന്നെ ഈ രാഹുപ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിലനിർത്താനും വർദ്ധിപ്പിച്ചു വരാനും ചില കാര്യങ്ങളൂടെ ചെയ്യണം, അറിയണം. അപ്പോഴാണ് അത് നിലനിൽക്കത്തുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ സിനിമാ നടനാണെന്ന് വിചാരിച്ചു, രാഹുപ്രീതി, ഈ രാഹു ശരിക്കും നിൽക്കുന്നവരാണ് എല്ലാം വലിയ ലോകപ്രശസ്തരാകുന്നതും സിനിമയിലൊക്കെ വലിയ സമ്പന്നരാകുന്നതും ഒക്കെ രാഹുപ്രീതി ഉള്ളവർ തന്നെയാണ്. ശുക്രന്റെ അനുഗ്രഹം വേണേ പോലും ശരിക്കും രാഹുവാണ് താരം. രാഹു ഒരു വലിയ സംഭവം തന്നെയാണ്. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. മനസ്സിലാകണം, അപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അറിയേണ്ട കാര്യം അറിയണം. അതിപ്പോൾ അറിയത്തില്ല, ഒരാൾ പറയുമ്പോഴേ അത് പിടികിട്ടത്തുള്ളൂ. അത് മനസ്സിലാക്കണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. രാഹു എന്ന് വെച്ചാൽ നിഗൂഢമായ അറിവ്. ശ്രദ്ധിച്ചു കേട്ടോണം, നിഗൂഢമായ അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചെയ്യുന്ന പോലെ ജോലി ചെയ്യുന്നവൻ അങ്ങനെ തന്നെ ജീവിതത്തിൽ ജീവിക്കത്തേ ഉള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നവൻ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ, പുതിയ രീതിയിൽ ചിന്തിക്കുന്നവൻ, ആരും ചിന്തിക്കാത്ത പല കാര്യങ്ങളിലൂടെയും മനസ്സിനെ കൊണ്ടുപോകുന്നവനാണ് ജീവിതത്തിൽ മറ്റാരും ചിന്തിക്കാത്ത ലെവലിലേക്ക് വളരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ?
ചിലപ്പോൾ പുതിയ ഒരു ബിസിനസ്, അല്ലെ പുതിയ ഒരു മാർഗം, അല്ലെ പുതിയ ഒരു സിനിമ, അല്ലെ പുതിയ ഒരു പ്രൊജക്റ്റ്, അല്ലെ പുതിയ ആളുകളുമായിട്ട് വർക്ക് ചെയ്യുക. ഇങ്ങനെ പുതുമയുള്ള ചിന്തയുള്ളവനെ ജീവിതത്തിൽ മാറത്തുള്ളൂ. അപ്പൊ ഈ നിഗൂഢമായ പുതുമയുള്ള അറിവ് രാഹുവിനെ കൊണ്ടാണ്. മനസ്സിലായി? എന്നും ഒന്നും ചെയ്യുന്നവൻ അങ്ങനെ തന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പടി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ, അല്ലെ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില കഴിവുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് രാഹുവിനെ കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളവനാണ് സമ്പന്നനാകുന്നത്, അങ്ങനെയുള്ളവനാണ് ലോകം അറിയുന്നത്, അങ്ങനെയുള്ളവനാണ് ജനപ്രീതി ഉണ്ടാകുന്നത്. അതൊരു രാഷ്ട്രീയത്തിലാണേലും രാഹുപ്രീതി ഉണ്ടെങ്കിൽ ആ നേതാവ്, ആ വ്യക്തി പെട്ടെന്നൊരു നേതാവാകും. അയാൾ ജനപ്രിയനായിരിക്കും. അതുപോലെ ആ ജനപ്രിയതയെന്ന് നിലനിർത്താൻ വേണ്ടി ചില രഹസ്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഒരു സംഗീതം, ഒരു മ്യൂസിക് ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നല്ല ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിദേശ ജോലി ആയിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, ഈ രാഹുപ്രീതി ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ മേഖലയിൽ ചെയ്യാത്ത കാര്യങ്ങൾ, ചിന്തിക്കാത്ത കാര്യങ്ങൾ ഈ വ്യക്തി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാട്ടിലും ആ വ്യക്തി ഒരു പടി മുകളിലല്ല, ഒരുപാട് പടികൾ മുകളിൽ പോകും. അതുകൊണ്ട് തന്നെ അതിസമ്പന്നനുമാകും, അതിപ്രശസ്തനുമായി തീരും എന്നുള്ളതാണ്. രാഹുപ്രീതി ഉണ്ടാകുമ്പോൾ രാഹുപ്രീതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. രാഹു പ്രീതി ഉള്ളവർക്ക് അഹങ്കാരം പാടില്ല. അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അധപ്പതനം ഉണ്ടാകും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് വ്യാഴം അഥവാ ഗുരു എന്ന് പറഞ്ഞ വ്യാഴത്തിനുണ്ട്. ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അഹങ്കാരത്തെ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പം നമ്മുടെയൊക്കെ ആ വ്യാഴത്തിന്റെ ഒരു നിയന്ത്രണം രാഹുവിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രാഹുവിന്റെ ഗുണങ്ങളെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതായത് ദൈവാധീനം, വ്യാഴത്തെ കുറിച്ച് ദൈവാധീനം ചിന്തിക്കാം. അപ്പം നമുക്ക് അഹങ്കാരം പാടില്ല. മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരെ, രാഹുവും ശനിയും നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, പിന്നെ താഴ്ന്ന തട്ടി ജോലി ചെയ്യുന്നവരെ, തൊഴിലാളികളെ, ഒരുപാട് ജനങ്ങളെ, കഠിനാധ്വാനം, ഇതിനെയൊക്കെ ചിന്തിക്കാം. അപ്പം രാഹു പ്രീതി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, കോ വർക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ താഴെ ജോലി ചെയ്യുന്നവരെ, ഇവരെയൊക്കെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരോടൊക്കെ അഹങ്കാരമോ അവരുടെ ശാപമോ വാങ്ങിയാൽ രാഹു ഈ വ്യക്തിയെ താഴ്ത്തിക്കളയും. എല്ലാം രാഹു തിരിച്ചെടുക്കും. ശ്രദ്ധിച്ചു കേട്ടോണം, എല്ലാം രാഹു തിരിച്ചെടുക്കും. അപ്പൊ ഈ രാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ മുഴുവൻ അറിയണം. ഇത് നിലനിൽക്കണമെങ്കിലും രാഹു പ്രീതി എങ്ങനെ ഉണ്ടാകാം, ആ രാഹു പ്രീതി എങ്ങനെ നിലനിർത്താം, ഇത്രയും കാര്യം അറിയുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഇനിയും ഈ രാഹു പ്രീതി ഉണ്ടാകാൻ വേണ്ടി, അതായത് പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വളരെ വളരെ വലിയ സമ്പത്തിലേക്ക് വരുമെന്നുള്ളത്. രാഹുവിനെ കുറിച്ച് ഡിജിറ്റൽ ലോകം, ഇന്ന് മുഴുവൻ ഡിജിറ്റൽ ലോകമാണ് അല്ലേ? നമ്മളിപ്പം യൂട്യൂബ് വീഡിയോ കാണുന്നു, അല്ലെ നമ്മൾ പിന്നെ മുഴുവൻ ഡിജിറ്റലാണ്. നമ്മൾ മൊബൈല്, ആ മീഡിയയും ചിന്തിക്കാം, രാഹുവിനെ കുറിച്ച് മീഡിയയും ചിന്തിക്കാം. ഇന്ന് മുഴുവൻ മീഡിയയെ കൂടെ നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, മീഡിയയെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ മനസ്സ് മുഴുവൻ മീഡിയയിലാണ് നമ്മുടെ ലോകം. മാത്രമല്ല, ഇന്ന് ഡിജിറ്റൽ ലോകമാണ്. എല്ലായിടത്തും എല്ലാം ഡിജിറ്റലാണ്. പണമിടപാടുകൾ നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്നു. നമ്മളെപ്പോഴും യൂട്യൂബിലും വാർത്തകളും എല്ലാം കാണുന്നു. എല്ലാം ടെക്നോളജിയുടെ ഡിജിറ്റൽ ലോകമാണ്. ഈ ഡിജിറ്റൽ ലോകവും രാഹുവിനെ കുറിച്ച് ചിന്തിക്കാം. എന്ന് വെച്ചാൽ ഇന്നൊരു വ്യക്തി പ്രശസ്തനാകണമെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്തിന്റെ സപ്പോർട്ട് വേണം. ചിലപ്പോൾ യൂട്യൂബിലൂടെ ആയിരിക്കാം, അല്ലെ മറ്റു മീഡിയകളിലൂടെ ആയിരിക്കാം. മാത്രമല്ല, ഡിജിറ്റൽ ലോകം വഴി സമ്പത്തുണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ വേൾഡ് ഇന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈ ഡിജിറ്റൽ വേൾഡും രാഹുവിനെ കുറിച്ച് ചിന്തിക്കാം, മീഡിയാസ് രാഹുവിനെ കുറിച്ച് ചിന്തിക്കാം. പിന്നെ സിനിമ, സീരിയൽ, നാടകം, അഭിനയം, രാഷ്ട്രീയം, ഇതെല്ലാം കലാമേഖലകൾ, ഭാവന, പിന്നെ വിദേശവാസം, പിന്നെ പെട്ടെന്ന് സമ്പത്ത് വരിക, പെട്ടെന്ന് പണക്കാരനാകുക, ഇതൊക്കെ രാഹുപ്രീതി ഉണ്ടാകുമ്പോൾ സംഭവിക്കുക എന്നുള്ളതാണ്. ഇനിയും രാഹുപ്രീതി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, അല്ലെ പല കോടീശ്വരന്മാരും ചെയ്യുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ അറിയണം. കാരണം നിങ്ങൾക്കും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്നു മുതൽ. അപ്പൊ നിങ്ങൾക്കും അതിന്റെ ഗുണമുണ്ടാവും. ഇനിയും അതായത് ഒന്നാമത്തെ കാര്യം, രാഹുപ്രീതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശിവപ്രീതി വന്നു കഴിഞ്ഞാൽ രാഹുപ്രീതി വരും. ശിവന്റെ അനുഗ്രഹം. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? ഞായറാഴ്ച ശ്രദ്ധിച്ചു കേട്ടോണം. ഞായറാഴ്ച വൈകിട്ട് 4:30-ക്കും 6 മണിക്കും ഇടയ്ക്ക്, നിങ്ങളൊരു 5:30-5:30-ക്കും, ക്ഷേത്രം തുറക്കുമ്പോൾ 5:30 ആകുമല്ലോ, അല്ലെ 5 മണി, അല്ലെ 5:30, അതിനുള്ളിൽ ഒരു 6 മണിക്കുള്ളിലായിട്ട് ഞായറാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് നെയ്യഭിഷേകം ചെയ്താൽ പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും.
കൂവളത്ത് മാല സമർപ്പിക്കുക, മൃത്യുഞ്ജയാർച്ചന ചെയ്യുക. പെട്ടെന്ന് രാഹു പ്രീതി ഉണ്ടാക്കും, നിങ്ങളെ അത് സമ്പന്നനാക്കും. ഇത് ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. പലർക്കും പലതല്ലേ പറ്റുന്നത്. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ, ലളിതമായ നല്ല കാര്യങ്ങൾ പറയുന്നത്, മുഴുവൻ കേൾക്കണം. എന്നിട്ട് നമുക്ക് അതിലേറ്റവും നമുക്ക് പറ്റുന്ന ഏതാണെന്ന് നോക്കി ചെയ്യുക കേട്ടോ. അപ്പം ഒന്നാമത്തെ കാര്യം ശിവപ്രീതി. ശിവപ്രീതിക്ക് ഞാൻ പറഞ്ഞു ഞായറാഴ്ച വൈകുന്ന പാടാ, ഒരു 5:30 6 മണിക്ക് ഇടയ്ക്ക് നെയ്യഭിഷേകം ശിവന് ചെയ്യുക. കൂവളത്തിലെ അർച്ചന അല്ലെ കൂവളത്ത് മാല ഇതിലേതെങ്കിലും ഒന്ന് സമർപ്പിക്കുക. മൃത്യുഞ്ജയാർച്ചന സമർപ്പിക്കുക. പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, രാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ദേവി ദുർഗ, ഭദ്രകാളി, ദേവി പ്രീതി ഉണ്ടായവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പല കോടീശ്വരന്മാരും അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന. ചൊവ്വ, വെള്ളി, ഞായർ ഈ ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തണം. അത് ദേവി ഏത് തരത്തിലുള്ള ദേവി ആയിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, ദുർഗ ആയിക്കോട്ടെ. ദുർഗയും ഭദ്രകാളിയാണ് പ്രധാനമായിട്ട് രാഹു പ്രീതിക്ക്. അപ്പൊ നിങ്ങൾ ഭദ്രകാളി അല്ലെ ദുർഗാക്ഷേത്ര ദർശനം നടത്തുക. ഇനി അല്ല മറ്റു ദേവികളാണെങ്കിലും ആ ക്ഷേത്ര ദർശനം നടത്താം. ചൊവ്വ, വെള്ളി, ഞായർ ഈ 3 ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അമ്മയ്ക്ക് നെയ്യ് അല്ലെ നെയ്വിളക്ക് അല്ലെ നെയ്യഭിഷേകം, കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല ഇതൊക്കെ ചെയ്താൽ രാഹു പ്രീതി ഉണ്ടാകും. ദേവി പ്രീതി ഉണ്ടായാൽ രാഹു പ്രീതി ഉണ്ടാകും. അത് അച്ചട്ടാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ആവർത്തിച്ചവരൊക്കെ സമ്പന്നരായിട്ടുണ്ട്. പെട്ടെന്ന് രാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെ പ്രീതി വരുത്തിയാലും രാഹു പ്രീതി ഉണ്ടാകും. കാരണം സുബ്രഹ്മണ്യന് ഈ പിന്നെ സർപ്പമായിട്ട് രൂപം മാറി സുബ്രഹ്മണ്യന് സഞ്ചരിച്ച കഥയൊക്കെ അറിയാമല്ലോ നമുക്ക്. അപ്പൊ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തിയാലും രാഹു പ്രീതി ഉണ്ടാകും. എന്നാണ് സുബ്രഹ്മണ്യന് വഴിപാട് ചെയ്യേണ്ടത്? ഞായറാഴ്ച കുമാരസൂക്താർച്ചന ചെയ്യാം, നെയ്വിളക്ക് സമർപ്പിക്കാം, ഭഗവാൻ ഏതെങ്കിലും ഇഷ്ട നിവേദ്യങ്ങൾ ചെയ്യാം. പെട്ടെന്ന് ജീവിതം മാറും. ഞായറാഴ്ചയാണ്. ഇനിയും നാഗദേവതകൾക്ക് ബുധൻ, ഞായർ ദിവസങ്ങളിൽ വഴിപാട് ചെയ്താലും പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. ഇപ്പം നാഗദേവതകൾക്ക് നാഗക്ഷേത്രത്തിൽ ബുധനാഴ്ച നെയ്വിളക്ക്, അതുപോലെ ഞായറാഴ്ച നെയ്വിളക്ക്, പിന്നെ ഞായറാഴ്ച വേണമെങ്കിൽ നാഗരാജാവിന് പാൽപ്പായസം, പിന്നെ അല്പം പണം സമർപ്പിക്കുക. പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. രാവിലെ ചെയ്യണം കേട്ടോ, ബുധനോ ഞായറോ നാഗക്ഷേത്രങ്ങളിൽ ചെയ്യാം. ഇനിയും കൃഷ്ണപ്രീതി ഉണ്ടായാലും രാഹുപ്രീതി ഉണ്ടാകും. അച്ചോട്ടാകട്ടോ. പെട്ടെന്ന് നിങ്ങൾ നോക്കൂ, വളരെ സമ്പന്നരായ പല വ്യക്തികളും ഈ കൃഷ്ണനെ പ്രത്യേക രീതിയിൽ വിളിക്കുന്ന ആളുകൾ. ഇത് കൃഷ്ണപ്രീതി ഉണ്ടായാലും രാഹുപ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് കോടീശ്വരന്മാരൊക്കെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എത്രയോ കോടീശ്വരന്മാരുണ്ട് കൃഷ്ണന്റെ ഭക്തന്മാരായിട്ടുള്ള. അപ്പൊ ഇത് കൃഷ്ണപ്രീതി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രാഹുപ്രീതി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ സമ്പത്തിലേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ് കൃഷ്ണപ്രീതി ഉണ്ടാകുമ്പോൾ രാഹുപ്രീതി ഉണ്ടാകുന്നത്? ഭഗവാൻ കാളീയ മർദ്ദകനാണ്. കാളിയനെ മർദ്ദകനാണ്. അപ്പം കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ രാഹുപ്രീതി പെട്ടെന്ന് കൈവരും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബുധനാഴ്ച കേട്ടോണം, ബുധനാഴ്ച ദിവസം രാവിലെ പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വിളക്ക്, നെയ്വിളക്ക് 15-20 രൂപ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് ബുധനാഴ്ചകളെ ആവർത്തിക്കണം. അപ്പോഴാണ് രാഹുപ്രീതി പെട്ടെന്നുണ്ടാവും. പിന്നെ ഞായറാഴ്ചകളിൽ കൃഷ്ണൻ ഈ വഴിപാട് തന്നെ ചെയ്താലും രാഹുപ്രീതി പെട്ടെന്നുണ്ടാകും. ഇനി വ്യാഴാഴ്ചകളിൽ കൃഷ്ണൻ ഈ വഴിപാട് ചെയ്താലും രാഹുപ്രീതി പെട്ടെന്നുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യുക. ഇനിയും ഗണപതിക്ക് ചില കാര്യം ചെയ്താൽ പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. എന്താണെന്നറിയോ? ബുധനും ശനിയും ശ്രദ്ധിച്ചു കേട്ടോണം. ബുധനും ശനിയും കറുകമാല സമർപ്പിക്കണം. രാവിലെ ഗണപതി ഹോമം ചെയ്യണം. പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. കാരണം ഗണപതിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ രാഹു ആ വ്യക്തി, അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ചില വഴിപാടുകൾ ചെയ്യുന്നവർ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഉയരുന്നതിന്റെ കാര്യം. അവരറിഞ്ഞോ അറിയാതെ ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർക്ക് അറിയത്തില്ലായിരിക്കും. ബുധനാഴ്ച പോയി ഗണപതി ഹോമം ചിലപ്പം ചെയ്യും, അവർക്ക് അറിയത്തില്ല. ചിലപ്പോൾ ശനിയാഴ്ച പോയി ഒരു ഗണപതി ഹോമം ചെയ്യും. ചിലപ്പം ഒരു ശനിയാഴ്ച ആയിരിക്കും ഒരു കറുകമാല എന്നാ ഗണപതിക്ക് വെച്ചേക്കാന്ന് പറഞ്ഞു വെക്കുന്നത്. ചിലപ്പോൾ ബുധനാഴ്ച പോകുന്നു ഒരു കറുകമാല ഗണപതിക്ക് വെച്ചേക്കാം. ഇത് അറിയാതെ പലരും ചെയ്യുന്ന, പക്ഷെ ഇവർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യം രാഹുപ്രീതി അറിയാതെ പോലും ഉണ്ടാകുന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നമുക്കറിയത്തില്ല, പക്ഷെ അവിടെ അത് സംഭവിക്കുന്നുണ്ട്. പല കോടീശ്വരന്മാരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ബുധനോ ശനിയോ ബുധനാഴ്ചയോ ശനിയാഴ്ച 2 ദിവസങ്ങളിൽ ഏതെങ്കിലും അത് രണ്ടും ചെയ്യാം. 2 ദിവസങ്ങളിലോ ഗണപതി ഹോമം രാവിലെ, അതുപോലെ
കറുകമാല ഗണപതിക്ക് സമർപ്പിക്കുക, പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ്. ഇനിയും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ രാഹുപ്രീതി ഉണ്ടാവും. പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയ സിനിമാ നടന്മാര് അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാര് ഇവരൊക്കെ അയ്യപ്പനെ പോയി കാണാൻ തൊഴാറുണ്ട് പലപ്പോഴും. അവർക്ക് അറിയത്തില്ല അതുകൊണ്ടുള്ള എന്ന് വെച്ചാൽ അതുകൊണ്ട് രാഹുപ്രീതി ഉണ്ടാകുന്ന ചിലപ്പോൾ അവർക്ക് അറിയത്തായിരിക്കും, പക്ഷെ ഉണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകും, രാഹുപ്രീതി ഉണ്ടാകും. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കാനനവാസനാണ്, കാട്, പ്രകൃതി, ഇതൊക്കെ രാഹുവിന്റെ സ്വാധീനം ഉള്ളതാണ്. അപ്പം അയ്യപ്പനെ പോയി വണങ്ങുമ്പോൾ രാഹുപ്രീതി ഉണ്ടാവും. കാരണം കാട്, പ്രകൃതി എല്ലാം രാഹുവിന്റെ സ്വാധീനത്തിൽ വരുന്നതാണ്. അതുപോലെ പല ഈ ആളുകളും, ഈ വലിയ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളും രാഷ്ട്രീയക്കാരും ഗുരുവായൂരപ്പനെ പോയി തൊഴാറുണ്ട്. കൃഷ്ണപ്രീതി ഉണ്ടായാലും ഭഗവാൻ കാളിയ മർദ്ദകനാണ്. കൃഷ്ണപ്രീതി ഉണ്ടായാലും രാഹുപ്രീതി പെട്ടെന്നുണ്ടാകും. വളരെ പ്രശസ്തരായ പല വ്യക്തികൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അയ്യപ്പൻ കാനനവാസനാണ്. അപ്പൊ അയ്യപ്പനെ പ്രീതി ഉണ്ടായാലും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടായാലും രാഹുപ്രീതി ഉണ്ടാകും. ഇനിയും നിങ്ങളുടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ രാഹുപ്രീതിക്ക് ചെയ്യാവുന്നത് എള്ളുപായസം ചെയ്യുന്ന നല്ലതാണ്, നെയ്യഭിഷേകം ചെയ്യുന്ന നല്ലതാണ്. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ച ചെയ്യാം, പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. പിന്നെ നിങ്ങൾ ശബരിമലയിൽ പോവുകയാണെങ്കിൽ നെയ്ത്തേങ്ങ കൊടുത്തു വിടാം, അല്ലെ പോകുന്നവർക്ക് നെയ്യഭിഷേകം ചെയ്താൽ പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. ഇനി വേറൊരു രഹസ്യം പറഞ്ഞുതരാം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ദേശം വിട്ട് യാത്ര ചെയ്യുക. ചിലര് ഇപ്പം പലപ്പോഴും അന്യദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. ഇപ്പം കലാകാരന്മാരായിക്കോട്ടെ, അവർക്കൊക്കെ ശരിക്കും ഈ ദേശം വിട്ട് യാത്ര ചെയ്യുന്നത് രാഹു ആക്റ്റീവ് ആവും. നമ്മൾ ദേശം വിട്ട് യാത്ര ചെയ്യുമ്പോൾ രാഹു ആക്ടിവേറ്റ് ആവും. ചിലപ്പോൾ ചെറിയ കലാകാരന്മാരായിരിക്കും, അപ്പോൾ അവർക്കായിരിക്കും അമേരിക്കയിൽ അല്ലെ യൂറോപ്പിൽ ഒരു പരിപാടി കിട്ടുന്നു, പല പല യാത്രകൾ വരുന്നു. ഈ യാത്രകൾ ദേശം വിട്ട് ചെയ്യുമ്പോൾ രാഹു ആക്ടിവേറ്റ് ആവും. പിന്നെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ക്ഷേത്രത്തിൽ പോകുന്നവർക്കും പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു യാത്രയും രാഹുവായിട്ട് ബന്ധമുണ്ട്. അപ്പം നമ്മൾ ഒരു യാത്രകൾ നല്ല രീതിയിൽ ചെയ്തു കഴിയുമ്പോൾ രാഹു ആക്ടിവേറ്റ് ആവും, പോസിറ്റീവായിട്ടും. അതൊരു രഹസ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, വലിയ സമ്പന്നന്മാരായിക്കോട്ടെ അല്ലെ സിനിമാ നടന്മാരായിക്കോട്ടെ, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുക, അല്ലെ കലാകാരന്മാരായിക്കോട്ടെ, അവർക്ക് അതിന്റെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് രാഹു പെട്ടെന്ന് ആക്ടിവേറ്റ് ആകും. ഒരു രഹസ്യമാണ്, കറക്റ്റാണ്, ചെയ്ത് നോക്കുന്നവർക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ സാധാരണക്കാര്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര നടത്തുക, പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. ഞാൻ ചിലരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ് നേരെ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ തൊഴാൻ പറയാറുണ്ട്. ഗുരുവായൂർ താമസിക്കുന്നവരാണ് ചിലവും പറയും പത്മനാഭസ്വാമിയെ പോയി തൊഴാൻ പറയും. ഇങ്ങനെ ഒരു യാത്ര, പിന്നെ ഗുരുവായൂരും പോകാം. ആ സ്ഥലത്തും ഉള്ള ദേവതയെ നിങ്ങൾക്ക് അല്ലാത്ത ദിവസങ്ങളിൽ വണങ്ങാം. മാസത്തിലൊന്നും അന്യദേശത്തൂടെ യാത്ര ചെയ്യണം, ദേശം വിട്ട് യാത്ര ചെയ്യണം. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വിട്ട്, അത് കുറച്ച് ദൂരമാകണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അടുത്ത സ്റ്റേറ്റ് വേണം പോകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൽ നിന്ന് കുറേ ദൂരെയുള്ള ഒരു സ്ഥലം, അങ്ങനെയുള്ള പുണ്യക്ഷേത്രങ്ങളിലേക്ക് യാത്ര ചെയ്താൽ മാസത്തിലൊന്ന്, പിന്നെ ആഴ്ചകളിൽ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴാം. ഇപ്പം ഗുരുവായൂരുള്ളവർക്ക് ഗുരുവായൂർ ദിവസം വേണേൽ പോയി തൊഴാം, അല്ലെങ്കിൽ ആഴ്ചയിൽ പോയി തൊഴാം. പക്ഷെ ഇടയ്ക്ക് ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കോ ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ളവർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ദിവസം പത്മനാഭസ്വാമിയെ തൊഴാം, പക്ഷെ മാസത്തിലൊന്ന് ഗുരുവായൂരേക്കൊന്ന് യാത്ര ചെയ്യണം. ഇങ്ങനെ ഈ ദൂരത്തേക്ക് അല്പം, നമ്മൾ താമസിക്കുന്ന അല്പം ദൂരത്തേക്കോ അല്ലെ കുറച്ച് ദൂരത്തേക്കോ മാസത്തിലൊന്ന് ഇടയ്ക്കൊക്കെ ഒരു യാത്രകൾ ചെയ്താൽ രാഹു ആക്ടിവേറ്റ് ആകുന്നുള്ളതാണ്. സത്യമായി ഞാൻ പറയുന്നത് കേട്ടോ, ചെയ്ത് നോക്കിക്കോ. ഒരു യാത്ര കൊണ്ട് ആക്ടിവേറ്റ് ആകുന്നതിന് അർത്ഥമല്ല, ഇത് പല തവണയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരാൻ തുടങ്ങും, പുതിയ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങും. പറഞ്ഞാൽ മനസ്സിലായി. ഇങ്ങനെ രാഹുവിന്റെ ചില രഹസ്യങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ പൊളിച്ചെടുക്കാൻ പോവാന്ന്. ഇനിയും കിടപ്പുണ്ട് കാര്യങ്ങൾ. രാഹുവിന്റെ ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാൻ കിടക്കുന്നു, കുറെ രഹസ്യങ്ങൾ പറഞ്ഞു തരാൻ കിടക്കോ, സംഭവങ്ങൾ അങ്ങോട്ട് കിടക്കുവാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുത്താൽ രാഹു ആക്ടിവേറ്റ് ആകും. നായ അറിയാമല്ലോ, പട്ടി, നായെ ശരിയായിട്ട് സംരക്ഷിച്ചാൽ രാഹുപ്രീതി ഉണ്ടാകും. ഇതൊക്കെ പലരും അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതുകൊണ്ട് ഇതുണ്ടാകുമെന്ന് അറിയത്തില്ല, പക്ഷെ രാഹുപ്രീതി ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ സ്നേഹത്തോടെ പെരുമാറണം, നമ്മളെക്കാളും താഴ്ന്ന ലെവലിൽ വർക്ക് ചെയ്യുന്നവരെ സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ, അല്ലെ രാഹു തിരിയും. ശ്രദ്ധിച്ചോണം. അത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ നാഗദേവതയ്ക്ക് കരിക്കഭിഷേകം ചെയ്താൽ രാഹുപ്രീതി ഉണ്ടാകും. ശ്രദ്ധിച്ചു കേട്ടോണം. നാഗദേവതയ്ക്ക് അത് ബുധനോ ഞായറോ ചെയ്യാം കരിക്കഭിഷേകം. പിന്നെ ആയില്യം നാളിലും ചെയ്യാം. അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. കരിക്കഭിഷേകം ചെയ്താൽ
പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടാകും. ഈ കലാകാരന്മാരൊക്കെ ടക്കേന്ന് രക്ഷപ്പെടുന്നേ. ഇതൊക്കെ എത്രയോ ആളുകൾ രക്ഷപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പെട്ടെന്ന് ജീവിതം മാറും. നമ്മളുടെ ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെടാത്തതിന്റെ കാര്യം ആ രാഹുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ എന്നും ഒന്നും ഒരേ രീതിയിൽ ജീവിക്കത്തില്ല. രാഹു പെട്ടെന്നാണ് ജീവിതത്തിലെ ലെവൽ അങ്ങ് മാറ്റും. അതാണ് രാഹുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാവുന്നവർ പലരും അത് ചെയ്യുന്നുണ്ട്. ഇനി രാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയുള്ള മന്ത്രം പറഞ്ഞുതരാം. രാവിലെ ജപിക്കാവുള്ളൂ കേട്ടോ. ഞാൻ ഈ മന്ത്രം എല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അത് നോക്കിയിട്ടേ നിങ്ങൾ ജപിക്കാവുള്ളൂ. ഓം നാഗധ്വജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഒന്നുകൂടെ പറയാം. ഓം നാഗധ്വജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. ഈ മന്ത്രം രാവിലെ ജപിക്കുക. പെട്ടെന്ന് സമ്പത്തുണ്ടാകാനും പെട്ടെന്ന് പണക്കാരനാകാനും അതുപോലെ വളരെ പ്രശസ്തനാകാനും ജനങ്ങളിൽ വലിയ അംഗീകാരം ഉണ്ടാകാനും നിത്യേന രാവിലെ ജപിച്ചാൽ ഉപകരിക്കും കേട്ടോ. രാവിലെ പാടുള്ളൂ, രാവിലെ ജപിക്കാം. അത് ആവശ്യമുള്ളവർ ജപിക്കുക. ഇനിയും കലാകാരന്മാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു രഹസ്യ രാഹുപ്രീതി ഉണ്ടാകുന്ന ദേവീ മന്ത്രം പറഞ്ഞുതരാം. കാളി കാളി മഹാകാളി കാളികേ പാപഹാരിണി ധർമാർത്ഥ മോക്ഷതേ നാരായണി നമസ്തുതേ. ഇതെല്ലാം ഞാൻ എഴുതിയിടാം. ഈ മന്ത്രം ജപിക്കാം. പക്ഷെ ഒരാൾ ഇതെല്ലാം കൂടെ ജപിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ജപിക്കാൻ തോന്നുന്നത് അതിലൊന്ന് സെലക്ട് ചെയ്താൽ മതി. പല ആളുകൾക്കും പലതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പലത് പറയുന്നത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കും. പക്ഷെ എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക. ഇനിയും ഞായറാഴ്ച വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നെയ്യഭിഷേകം ചെയ്യുക, അല്ലെ നെയ്യ് സമർപ്പിക്കുക, കുവളമാല സമർപ്പിക്കുക, മൃത്യുഞ്ജയാർച്ചന സമർപ്പിക്കുക. അത് ഓരോന്നും സമർപ്പിക്കുമ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. നമഃശിവായ ശാന്തായ സർവപാപഹരായ ശിവപ്രിയായ രാഘവേ നമ. രാഘവേ എന്നല്ല, രാഘവേ നമ കേട്ടോ. ഇത് ജപിച്ച് സമർപ്പിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഞായറാഴ്ച നിങ്ങൾ സസ്യാഹാരമേ കഴിക്കാവുള്ളൂ. മത്സ്യമാംസാദികൾ പാടില്ല. മനഃശുദ്ധി വേണം കേട്ടോ. അതുകൂടെ ഓർത്തോണം. ഞായറാഴ്ച ഇത് ചെയ്യുമ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ പോയി മന്ത്രം ജപിച്ച് നെയ്യോ നെയ്യഭിഷേകമോ കൂവളത്തുമാലയോ മൃത്യുഞ്ജയാർച്ചനയോ സമർപ്പിക്കുമ്പോൾ, ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുമ്പോഴേ കാര്യം പറയുന്നത്, അന്നേ ദിവസം സസ്യാഹാരമേ സാത്വിക ഭക്ഷണമേ പാടുള്ളൂ കേട്ടോ. അത് അങ്ങനെയാണ്. അത് ശ്രദ്ധിച്ചോണം. അപ്പം ഈ സർപ്പപ്രീതികരങ്ങളായ കാര്യങ്ങൾ എപ്പോൾ ക്ഷേത്രത്തിൽ പോയി ചെയ്താലും നിങ്ങൾ കഴിവതെന്നല്ല, നിങ്ങൾ സസ്യാഹാരമേ പാടുള്ളൂ കേട്ടോ. അന്ന് ഒരു ദിവസമെങ്കിലും ഇനിയിപ്പം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളവർ അന്ന് ഈ നാഗരാജാവിന് ചെയ്യുമ്പോൾ മനഃശുദ്ധി വേണം, ശരീരശുദ്ധി വേണം. മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത്. മത്സ്യമാംസാദികൾ പാടില്ല കേട്ടോ വഴിപാട് ചെയ്യുമ്പോൾ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പം ഈ കാര്യങ്ങൾ ഇനി നാഗക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഞായറാഴ്ച 100 പാലും ചെയ്താലും പെട്ടെന്ന് നാഗപ്രീതി ഉണ്ടാകുന്നുള്ളതാണ്. ഇനിയും ഈ നാഗദേവതയുടെ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി വരാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാര്യം, ചില ജാതകത്തിൽ ലഗ്നത്തിൽ സർപ്പം നിൽക്കുന്നവരുടെ ജാതകം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അവരൊക്കെ ദേവീപ്രീതി കൊണ്ട് വലിയ സമ്പന്നരായിട്ടുണ്ട്. പക്ഷെ ദേവീപ്രീതി വരുമ്പോൾ രാഹുപ്രീതി വരും. ഓം ഹ്രീം ദും ദുർഗായേ നമ. ഈ മന്ത്രം ജപിച്ചാലും പെട്ടെന്ന് രാഹുപ്രീതി ഉണ്ടായി വരും. പെട്ടെന്ന് സമ്പന്നനാകും, സമ്പത്ത് ഉണ്ടായി വരും കേട്ടോ. രഹസ്യവിദ്യയാണോ. ഇനി ലഗ്നാൽ 6 സർപ്പനുള്ളവരുടെയും ഗ്രഹനില ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അവരും ഭദ്രകാളിക്ക് വഴിപാട് ചെയ്തു, വെള്ളിയാഴ്ച ചെയ്തു, വളരെ സമ്പത്തുണ്ടായ അനുഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയും വ്യാഴസർപ്പ യോഗമുള്ളവരുടെ ഗ്രഹനിലയിൽ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുടെ. അപ്പം വ്യാഴസർപ്പ യോഗം 1, 5, 9, 10 ഈ ഭാവങ്ങളിൽ വരുന്നത് നല്ലതാണ്. വലിയ കലാകാരന്മാരെ, വലിയ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നവരെ ഒക്കെ ആ ഒരു അനിഷ്ടപ്രദമായിട്ട് നിന്നു കഴിഞ്ഞാൽ അത് പല പ്രതിസന്ധികളും തകർച്ചകളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ ഈ വ്യാഴസർപ്പയോഗമുള്ളവരും എല്ലാം, അല്ലെ ലഗ്നത്തിൽ സർപ്പം നിൽക്കുന്നവരും ഒക്കെ ഞാനീ പറഞ്ഞ പരിഹാരങ്ങളിൽ പറ്റുന്നത് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് ജീവിതം മാറുമെന്നുള്ളതാണ്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ഭദ്രകാളിക്കുള്ള വഴിപാടുകളും ഒക്കെയാണ്. ഇനി ബുധസർപ്പയോഗം ഉള്ളവർ, ഈ ഇനിയും വ്യാഴസർപ്പയോഗം ഉള്ളവരും രാഹുപ്രീതി ഉണ്ടാക്കാൻ ഒരു കാര്യങ്ങളുണ്ട്. ഗുരുക്കന്മാരെ ബഹുമാനിക്കണം കേട്ടോ.
നമുക്കൊരു വിദ്യ പഠിപ്പിച്ചു തരുന്ന ആള്, അല്ലെ നമുക്കൊരു ഗുരുവായിട്ടുള്ളവരെ, അവരെ ബഹുമാനിക്കണം. കാരണം ഈ ഗുരു അല്ലെ വ്യാഴത്തിന് രാഹുവിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. ഗുരുത്വം കളയരുത് കേട്ടോ. അത് രാഹുപ്രീതി പെട്ടെന്നുണ്ടാകും. അതായത് ഗുരുപ്രീതി, നമ്മൾ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നവർക്കും വ്യാഴപ്രീതി ഉണ്ടായി വരും കേട്ടോ. അപ്പം വ്യാഴ സർപ്പയോഗം ഉള്ളവര് ഒക്കെ ദേവീപ്രീതിക്കുള്ള കാര്യങ്ങളും കൃഷ്ണപ്രീതിക്കുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ബുധസർപ്പയോഗം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബുധൻ ബുദ്ധികാരകനാണ്. സർപ്പം എന്ന് പറഞ്ഞാൽ ഒരു പലപ്പോഴും കൺഫ്യൂസിങ് മൈൻഡും ഉണ്ടാക്കാം രാഹു. അപ്പോൾ ബുധസർപ്പയോഗം വരുമ്പോൾ നമ്മളുടെ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ തന്നെ നമുക്ക് ചിലപ്പോൾ അബദ്ധമായിട്ട് വരാം. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണപ്രീതി, ദേവീപ്രീതി, ഇങ്ങനെ ഞാൻ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തവർക്കൊക്കെ ജീവിതത്തിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശുക്രസർപ്പയോഗം കൊണ്ട് തെറ്റായ ചില റിലേഷനിലോ കൂട്ടുകെട്ടുകളിലോ ഒക്കെ ചെന്ന് ചാടാം. പിന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളും ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം അനിഷ്ടപ്രദമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഈ വ്യാഴദൃഷ്ടി സർപ്പത്തിന് മിക്കവാറും വരുന്നതാണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. മാത്രമല്ല രാഹു നല്ല ത്രികോണത്തിലൊക്കെ നിൽക്കുന്നവർക്ക് വലിയ സമ്പന്നരായിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇനി രാഹു പിഴച്ചു നിന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി, വളരെ ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടായവരെ ഞാൻ കണ്ടിട്ടുണ്ട്, മാറ്റങ്ങൾ ഉണ്ടായി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത്, അത് അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യം കേട്ടോ, അത് മനസ്സിലാക്കുക. ഇനി ഈ സൂര്യസർപ്പയോഗം ഉണ്ടായാൽ പലർക്കും ഈ എല്ല് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നട്ടല്, പെടലികള്, കാലിൻ്റെ, പിന്നെ ചിലർക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമിതമായ ആത്മവിശ്വാസം അപകടകരമാണ്. ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ, വണ്ടി ഓടിച്ചിരിക്കുന്ന സമയത്തല്ലേ ശരിക്കും ആത്മവിശ്വാസം കൂടുമ്പോഴായി അപകടം ഉണ്ടാകും. സൂര്യസർപ്പയോഗം ഉള്ളവരിൽ അത് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ആത്മവിശ്വാസം കൂടുക, അത് അപകടമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ദേവീ പ്രീതികരങ്ങളായ കാര്യങ്ങളും ഭദ്രകാളിക്കുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തവർക്കല്ല അതിന്റെ ഗുണമുണ്ടായിട്ടുള്ള എന്നുള്ളതാണ്. അവിടെ ഈ രാഹു എന്ന് പറഞ്ഞ ഗ്രഹം എന്ന് പറഞ്ഞാൽ രാഹു സർപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ സർപ്പത്തിന്റെ തല, അത് ജാഗ്രതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ബോധത്തിന്റെ ഉണർവാണ്, നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനത്തിന്റെ ഉണർവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ആ വം എന്ന ബീജം ജപിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ മാറ്റം വരുത്തും ജീവിതത്തിൽ കേട്ടോ. രാഹു ഞങ്ങളുടെ ഉള്ളിലെ അറിവിന്റെ, ജ്ഞാനത്തിന്റെ, ബോധത്തിന്റെ ഉണർവ് തന്നെയാണ് രാഹു. മനസ്സിലായി? ഉണർവ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, ആ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ, നിങ്ങളുടെ കലാപരമായ കഴിവുകൾ, നിങ്ങളുടെ ആശയവിനിമയത്തിലുള്ള കഴിവുകൾ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവുകൾ, ഒരു കാര്യം ആത്മവിശ്വാസത്തോടെ ചെയ്യാനുള്ള കഴിവുകൾ. ആത്മവിശ്വാസം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആത്മവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആത്മവിശ്വാസം ഉള്ളവനെ ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്ന് വെച്ചാൽ ഫലത്തിന് വേണ്ടി അല്ലെന്നല്ല, ചിന്തിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? അവൻ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ടായിരിക്കും ചെയ്യുന്നത്, അവനതിൽ സംശയമില്ല. ഫലം പുറകെ വരുമെന്ന് അവനറിയാം. അത്ര ഉറച്ച മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ചിലർ ആത്മവിശ്വാസത്തെ തെറ്റിദ്ധരിക്കുന്നത് അമിതവിശ്വാസം അപകടമാണ്, വിശ്വാസക്കുറവും അപകടമാണ്. ആത്മവിശ്വാസം വെച്ചാൽ നമ്മുടെ മനസ്സിലെ നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം, വ്യക്തമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആ വിശ്വാസം ഉറച്ചതായിരിക്കും. അതാണ് ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസവും രാഹുപ്രീതി ഉണ്ടാകുമ്പോൾ കൈവരുമെന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ രാഹു പലപ്പോഴും മോശമായിട്ട് ജാതകത്തിൽ നിന്ന് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. പക്ഷേ രാഹുപ്രീതി ഉണ്ടാകുമ്പോൾ ആശയങ്ങൾ വ്യക്തമാകും, മനസ്സിന്റെ ചിന്താഗതികൾ വ്യക്തമാകും, ബുദ്ധിക്ക് ക്ലാരിറ്റി ഉണ്ടാകും. അപ്പോൾ വേണ്ടതെല്ലാം വന്നു ചേർന്നോളൂ. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് എനഫ്. അത്രയേ ഉള്ളൂ. അവിടെ രാഹു പ്രീതിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. എന്നാലാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, ഈ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം എല്ലാം ഉണ്ടായി വരും. അപ്പം എന്നെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, രാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങളെല്ലാം ജീവിതത്തിൽ അത് മാറ്റം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശിവായ നമഃ. ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.